നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ്, ഇപ്പോൾ അവരെന്ത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ നിങ്ങൾ ഓരോ വ്യക്തികളും ഈ റീഡിങ്സ് കേൾക്കണം. കാരണം നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റിയാണോ അതിൽ നൽകുന്നത്, എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണോ ഇത് കേൾക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം നിങ്ങൾക്കിതിനകത്ത് ഒരു എനർജി പോലും കണക്റ്റഡ് ആകുകയുമില്ല. പ്ലസ് നിങ്ങൾ ഇതിനെ ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് അതേ രീതിയിലുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുകയും നിങ്ങളൊരു ബാഡ് കർമ്മ എനർജിക്ക് ഭാഗമാകേണ്ടി വരികയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. വിശ്വാസമുള്ളവർ മാത്രം കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടികളായിട്ടുള്ള ഓരോ റീഡിങ്സുകളെയും മനസ്സിലാക്കുക. യൂണിവേഴ്സൽ നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് നൽകുന്ന ശക്തമാകുന്ന ഒരു മറുപടിയാണ് ഓരോ ടാറോ റീഡിങ്സുകളെന്നും മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോഴേ ജനുവരി മാസക്കാരുടെയും ഡിസംബറിൻ്റെയും ഏപ്രിൽ മാസക്കാരുടെയും എനർജി നല്ല സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ജനുവരിയുടെയും ഡിസംബറിൻ്റെയും ഏപ്രിൽ മാസത്തിൻ്റെയും എനർജി വളരെ ശക്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. അസ്ട്രോളജിക്കൽ സൈൻ വെച്ച്, അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ബർത്ത് മന്തായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ, അതുമല്ലെങ്കിൽ നിങ്ങൾക്കും ആ ഒരു വ്യക്തിയും കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മാസമായിരിക്കും ഈ ഒരു പറഞ്ഞിരിക്കുന്ന മാസങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അവരുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. ഹെർമിറ്റ് ആണ് കേട്ടോ അവരുടെ ഫസ്റ്റ് എനർജി തന്നെ വന്നിരിക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് മാർഗങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായ പേഴ്സണാലിറ്റിയോട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുമാത്രവുമല്ല അവരുടെ ജീവിതത്തിൽ നല്ല ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളൊരു പേഴ്സണുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്നർ ഗൈഡൻസ് അവരുടെ ലൈഫിൽ അവർ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു ഗൈഡൻസ് തേടേണ്ടതായ ഒരാവശ്യമില്ലാത്ത പേഴ്സണാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവരെന്ത് കാര്യം ചെയ്താലും അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും, പോസിറ്റീവായിരിക്കും, സക്സസ് ആയിരിക്കും. കാരണം അവർക്ക് അത്രത്തോളം ശക്തമാകുന്ന ഒരു ഇന്നർ ഗൈഡൻസ് അവരുടെ സോളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. അതായത് ഈ ഒരു സോള് ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കർമ്മകൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. പല രീതിയിലുള്ള പല വ്യക്തികളിൽ നിന്നും പല സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് കർമ്മ നേരിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതായത് ഒരു വിജയമുണ്ടെങ്കിൽ അതിനേക്കാൾ താഴ്ചയിലേക്ക് തിരിച്ചടി ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മിത്രങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു വ്യക്തിക്ക് ശത്രുക്കളുടെ ഒരു ഭാവമാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ജന്മാന്തരങ്ങളായിട്ട് ഈ ഒരു സോള് പെട്ടെന്ന് ജന്മമെടുക്കുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെ കർമ്മകളെ അതുപോലെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ടി വരുന്നത്. അതായത് ആ ഒരു സോളിന് ഒരു വിശ്രമമില്ലാത്ത അവസ്ഥയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ബ്ലെസ്സിങ്സുമുണ്ട്, ഒരുപാട് അവസരങ്ങളുമുണ്ട്, ഒരുപാട് ശത്രുക്കളുമുണ്ട്. നന്മ തിന്മപരമാകുന്ന കാര്യങ്ങൾ, അതായത് ഒരു സക്സസ് വന്നാൽ അതിൽ ആ ഒരു വ്യക്തിക്ക് സന്തോഷിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വ്യക്തിക്ക് തിരിച്ചടി ലഭിക്കുന്ന, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുന്ന മറ്റ് അദൃശ്യ ശക്തികൾ വളരെ ശക്തമായിട്ട് ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു സ്റ്റാറായിട്ട് 4 പേര് അറിയുകയും റെസ്പെക്ട്
റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയുള്ള പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈൻ അനുഗ്രഹം, ഒരു സപ്പോർട്ടിങ് ഉള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നിരാശയാണ്, ഒറ്റപ്പെടലാണ്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സെക്ഷൽ അഡിക്ഷൻ എനർജി, അതല്ലെങ്കിൽ എന്ത് കാര്യത്തിലെങ്കിലും അഡിക്ഷൻ ഓവറായിട്ടുള്ളൊരു പേഴ്സണാണ്. എവിടെ ചെന്നുപെട്ടാലും അവിടെ ഇരയാക്കപ്പെടാനും പവർ ലോസ് സംഭവിക്കാനും ഒക്കെ സാധിക്കുന്ന, അങ്ങനെ പെട്ടുപോകുന്നൊരു പേഴ്സണായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിയിലൊരു ചീറ്റിംഗ് എനർജി, അതായത് ഒരു വളരെ മോശമാകുന്ന തരത്തിൽ മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട വ്യക്തിയിൽ നിന്നും നല്ലൊരു ചീറ്റിംഗ് ഈ ഒരു പേഴ്സണ് ലഭിച്ചിട്ടുണ്ട്. ഒന്നെങ്കിലെന്നല്ല, ആ വ്യക്തിയുടെ കർമ്മയാണത്, ആ ഒരു വ്യക്തി അനുഭവിക്കേണ്ട വിധിയാണ് ആ ഒരു വ്യക്തി ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും. അഡിക്ഷൻ്റെ പുറത്ത് അമിതമായിട്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന വിശ്വാസം, അതല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന പരിപാടികൾ, ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ഒരു തിരിച്ചടി ലഭിച്ച് നിൽക്കുന്നു, അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പവർ ലോസ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്നത്. നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ പൂർണ്ണമായി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എന്താണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് എങ്ങോട്ടാണോ പോയേ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചു. അതായത് അവരെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കി, ട്രാപ്പ് എനർജിയിലാക്കി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടുക എന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി. മാത്രവുമല്ല ആ ഒരു പേഴ്സൺ അവിടെ ലോസ് എനർജിയാണ്, അവരവിടെ അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ്. കൂടാതെ തന്നെ അവർ യാചിക്കേണ്ട ഒരവസ്ഥ, ആ ഒരു സിറ്റുവേഷൻസിൽ പിടിച്ചു നിൽക്കുക എന്നത് ഒരു യാചിക്കേണ്ട അവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഒരു നല്ല ഒരു സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പവർ ലോസ് സംഭവിച്ചു, ആ വ്യക്തി ഇരയാക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. തീർച്ചയായിട്ടും ഉൾവലിഞ്ഞ് നിൽക്കുന്നു, നിരാശപ്പെടുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്നു, ആരോടും ഷെയറിങ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വ്യക്തിയെ സ്വന്തം തന്നെ കണക്റ്റ് ചെയ്യുന്നു, ആ ഒരു വിഷമത്തെ, ആ ഒരു നിരാശയെ ആ ഒരു വ്യക്തി സെൽഫായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തു പോയൊരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പം നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും ഓർത്ത് പശ്ചാത്തപിക്കപ്പെടുന്നു. കാരണം നിരാശയാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നിടത്തെല്ലാം ശക്തമാകുന്ന കോൺഫ്ലിക്റ്റാണ്, തടസ്സങ്ങളാണ്. ഈ ഒരു വ്യക്തിക്ക് മറികടക്കാൻ പറ്റാത്ത വിധമുള്ള ഒന്നിലധികം പ്രശ്നങ്ങളെയും ഒന്നിലധികം സിറ്റുവേഷൻസിനെയും ഈ ഒരു വ്യക്തി തരണം ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും സ്ട്രഗിളിങ് ചെയ്യുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വിധം, ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത വിധം ആ ഒരു വ്യക്തി ചലഞ്ചിങ്, വെല്ലുവിളി ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും വർക്കിംഗ് ചെയ്യുന്ന ഏരിയയിലായിരിക്കാം, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം, അല്ലെങ്കിൽ അവരായിട്ട് സ്വന്തമായി ചെയ്യുന്ന എന്ത് കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്നൊരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന, അതായത് നമുക്ക് ഡിവൈൻ കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷ, ഒരു വിധിയായിട്ട്, ഒരു ജസ്റ്റിസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു എനർജിയെ കാണാൻ പറ്റുന്നുള്ളൂ. നിരാശയാണ്, ലൈഫിലേക്ക് ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ജീവിതത്തിലെല്ലാം റിജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന, ഒന്നിലും പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഇമോഷൻസ്, ഒരു റിലാക്സ് ഉള്ളത്, ഒരു ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ട ഒരു അവസ്ഥ കാണുന്നുണ്ട്. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം, നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയ സമയത്ത് ഈ വ്യക്തി പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സക്സസ്സുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നൊരു ഉയർച്ചയായിരുന്നു, പെട്ടെന്നൊരു ഉയർച്ചയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് കണക്റ്റ് ചെയ്ത ടൈമിൽ ഉണ്ടായത് എന്ന ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതായത് മാനിഫെസ്റ്റിംഗ് മീൻസ് നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കേണ്ടി വരുന്നു, നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു, നിങ്ങളെ അന്വേഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വ്യക്തിയിൽ കാണുന്നത്. നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു യാത്ര, നിങ്ങളെക്കൊണ്ടൊരു യാത്ര ചെയ്യിപ്പിക്കുക,
സഞ്ചരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു യാത്ര ചെയ്യുക എന്ന രീതിയിലൊരു മാനിഫെസ്റ്റേഷൻ എനർജി ഈ ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട്. അതായത് തേർഡ് സിറ്റുവേഷൻസ് അവരിൽ നിന്നും വിട്ടുമാറിയിട്ടൊന്നുമില്ല, അതിനൊരു പൂർണ്ണതയില്ല എന്ന് മാത്രമുള്ള അവർ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു അഡിക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരോട്. നിങ്ങളുടെ പേഴ്സണോട് തേർഡ് സിറ്റുവേഷൻസിന് വെറുമൊരു അഡിക്ഷൻ്റെ എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഫോർട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എഫോർട്ട് എടുക്കേണ്ടി വരും ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ. ഒരു സക്സസ് നേടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി ഒരു പൂർണ്ണതയോട് കൂടി ഒരു വിജയി ആവണമെങ്കിൽ തീർച്ചയായിട്ടും എഫോർട്ട് എടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റിയും ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ അടിയറ പറയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് തോറ്റു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഫിനാൻസ് ഇവരിലേക്ക് അട്രാക്റ്റഡ് ആണ് കേട്ടോ. എപ്പോഴും ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുന്ന വ്യക്തിയാണ്. ചെറിയ രീതിയിൽ ബാഹ്യമാകുന്ന സക്സസ്സുകളൊക്കെ ഇവരുടെ ലൈഫിൽ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഇവരൊരു റിയൂണിയൻ സെലിബ്രേഷനൊക്കെ ഇവർ നല്ല രീതിയിൽ അനുഭവിച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോയത്. നല്ലൊരു വിശ്വസ്തയോടു കൂടിയാണ് ഇവർ ആ ഒരു സിറ്റുവേഷൻസിൽ, നിങ്ങളിൽ നിന്നും പോയിട്ട് ചെന്നുപെട്ട സിറ്റുവേഷൻസിൽ നിന്നത്. അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവർ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു. അതിനനുസരിച്ച് അവർക്കൊരു സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല. ഒരു ട്രാപ്പ്ഡ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതായത് ഒരു സ്റ്റക്ക് എനർജിയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറൻറ്റ് സിറ്റുവേഷൻസിൽ. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു എങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തുള്ള മാറ്റങ്ങൾ ആ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഈഗോ അമിതമായിട്ടുണ്ട്. അതായത് ഒന്ന് തോറ്റ് തരിക എന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആവാം. ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി, അതായത് എന്ത് ചെയ്യണം, എഫോർട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണുന്നത്. സറണ്ടർ ചെയ്യണം, അതായത് നിങ്ങൾക്ക് മുമ്പിൽ തോറ്റ് തരണമെന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഏഞ്ചൽ സപ്പോർട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കേട്ടോ. എന്താണെങ്കിലും അവരെ സംബന്ധിച്ചൊരു കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ശക്തമായ ട്രാപ്പ്ഡാണ്. 4 വശത്തുനിന്നും ബന്ധനാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഇവർ നിൽക്കുന്ന സിറ്റുവേഷൻസും പോസിറ്റീവ് അല്ല, നിങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല, മുന്നോട്ടേക്ക് ഈ ഒരു സാഹചര്യവും കൊണ്ട് പോകാനും സാധിക്കുന്നില്ല. എല്ലാ രീതിയിലും ഇവർ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്. ഒരു പൂർണ്ണതയില്ല. അതായത് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ മനസാക്ഷി തന്നെ അവരോട് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ചുറ്റുമുള്ള ആരൊക്കെയോ ഇവരെ ശക്തമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ പാസ്റ്റിലെ ചെയ്തികളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം. മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇവരൊരു സ്റ്റാർ ആവണം, ഇവർക്കൊരു സക്സസ് വേണം, ഫ്യൂച്ചറിൽ ഒരു ടോപ്പ് എനർജിയിൽ എടുക്കണം, ഒരു മോട്ടിവേഷൻ എനർജി, മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻസ് ഒക്കെ പകർന്നു കൊടുക്കാൻ പാകത്തിനുള്ളൊരു ഉയർച്ചയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടേത്. പക്ഷെ അതെല്ലാം ഒരു പൂർണ്ണതയില്ലാതെ ഒരു മിഡിൽ എനർജിയിൽ, ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കൂടാതെ തന്നെ ഇവർക്ക് ചെറിയ രീതിയിലെന്നല്ല, ഏകദേശം ഇവർക്ക് ആരുടെ ഒരു വിയോഗവും വളരെ ശക്തമായിട്ട് താങ്ങാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഇവരോട് കണക്ട് ചെയ്ത് നിന്ന് ഇവരെ ഒരു സപ്പോർട്ടിങ് ചെയ്ത പേഴ്സൻ്റെ ഒരു വിയോഗവും കൂടി ഒരു വ്യക്തി കണക്ട് ചെയ്ത് ഇപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ചീറ്റിങ്ങും ചെറിയ രീതിയിലുള്ള അപവാദം പോലുള്ള എനർജികളും എല്ലാം ഈ ഒരു പേഴ്സണെ, ഈ ഒരു വ്യക്തി മറ്റെല്ലാവരിൽ നിന്നും ഓടി ഒളിക്കുക എന്നൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ എനർജി, ഒരു വിഡോ എനർജി ആവാം, മദർ എനർജി ആവാം. ഏജ്ഡ് ആയവരേക്കാൾ, നിങ്ങളുടെ പേഴ്സണേക്കാൾ കുറച്ച് ഏജ്ഡ് ആയ ഒരു വ്യക്തിയുടെ ഓവർ കൺട്രോളിങ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായും സ്റ്റക്കാക്കിയിട്ടുണ്ട്, കൺട്രോളിൽ നിർത്തിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് എനർജി പോലെ, ഒരു വശീകരണം പോലെ പിടിച്ച് നിർത്തിയിരിക്കുന്നു. അവരുടെ കൈക്കുള്ളിലിട്ട് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ
ഉപയോഗിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു മാനിഫെസ്റ്റിംഗ്, ഒരു അട്രാക്ഷൻ എനർജിയിലൂടെയാണ് ഈ ഒരു റിലേഷന് ഫ്യൂച്ചർ സക്സസ് ചിന്തിച്ച് തന്നെയാണ് ഈ ഒരു ഫീമെയിൽ എനർജി നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നതെന്നത് 100% ഉറപ്പാണ്. നിങ്ങളുടെ വ്യക്തിക്ക് അത് വ്യക്തമായിട്ടും അറിയാം. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്കൊരു യാത്ര ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊന്ന് ഹീലാവണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ഏത് രീതിയിലാണോ ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് ആഗ്രഹിച്ചത് ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് നിൽക്കണമെന്നും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് പാഠങ്ങളൊക്കെ ഒരു പേഴ്സൺ പഠിച്ചു. പാസ്റ്റിനെ നിങ്ങളെ ഒരിക്കലും ആ ഒരു വ്യക്തി കൈവിട്ടില്ല, അവർ ഹോൾഡ് ചെയ്ത് വെച്ച്. അതായത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു എന്നതും വേറൊരു സത്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലായിരിക്കാം. മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടും ഉണ്ടാവാം. നിങ്ങളുടെ ബന്ധത്തിനകത്തൊരു നെഗറ്റിവിറ്റി വന്നത് മറ്റാരുടെയൊക്കെയോ ഒരു കൈകടത്തലാണ് എന്നും നിങ്ങളുടെ പേഴ്സൺ വ്യക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ സൗഹൃദ വലയത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റ് ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോയിരുന്ന ചില വ്യക്തികളുടെ തെറ്റാകുന്ന രീതിയിൽ ഇൻഫർമേഷൻസുകൾ നൽകിയത് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ ഒരു കർമ്മ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡ്, ഒരു എൻഡിങ് എനർജി വന്ന് നിന്നതെന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. പ്ലസ് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റുള്ളവർ പകർന്നു കൊടുത്ത തെറ്റായ ചില ഇൻഫർമേഷൻസുകളും പ്ലസ് അവർക്കുണ്ടായിരുന്ന ചില സ്വപ്നങ്ങൾ, ഒന്നിലധികം സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് കുറേ ലക്ഷ്യമുണ്ടായിരുന്നു. ലൈഫിനെ കീഴടക്കുക എന്ന ലക്ഷ്യം, പ്ലസ് അവരിലേക്ക് ഓപ്പർച്യൂണിറ്റീസുകളും വന്നിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരു കറൻറ്റ് സിറ്റുവേഷൻസിൽ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, ഒരു നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാനും, അതായത് കണ്ണ് കെട്ടിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കാതെ അവർ നല്ല രീതിയിൽ ഇമോഷണൽ ബാലൻസോട് കൂടി ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വന്ന് ചേരുക, അതായത് തിരിച്ച് പാസ്റ്റിലേക്ക് തന്നെ വരിക എന്ന് തന്നെയാണ്. കാരണം പാസ്റ്റിൽ നിന്നാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോയാൽ അവർക്ക് എപ്പോഴും സ്റ്റക്നെസ്സും അവരുടെ സ്തംഭനാവസ്ഥ, അവരുടെ ജീവിതം ഒരു സ്തംഭനാവസ്ഥയിൽ തന്നെ ആകുമെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അവരിലേക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അവർ പൂർണ്ണമായി ഒന്നിനെയും കാണുന്നില്ല എന്ന മട്ടിൽ അവർ തീർച്ചയായിട്ടും മുഖം തിരിക്കുന്നു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ റിലേഷനെ ടോക്സിക് ആക്കിയിരുന്നു. അതായത് വേദന മാത്രം നൽകിയിരുന്ന ഒരു എനർജി, എപ്പോഴും ബ്ലോക്കിംഗ് എനർജി, തീർച്ചയായിട്ടും ഒരു ഓപ്പണിംഗ് ഇല്ലായിരുന്നു. ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ മോശമായൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഓപ്പൺ മൈൻഡ് ഇല്ലാത്തൊരു എനർജി ആയിരുന്നെന്നാണ് കാണുന്നത്. അതായത് ഒരു അൺഹെൽത്തി എനർജി ആക്കി കളഞ്ഞു നിങ്ങളുടെ റിലേഷൻ ഈ ഒരു പേഴ്സൺ. പക്ഷേ ഇപ്പം നിങ്ങളിലേക്ക് വരാൻ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം അവർക്ക് നല്ല രീതിയിലൊരു തിരിച്ചറിവും നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കണമെന്നുള്ള ആഗ്രഹവും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളൊരു പ്രഷ്യസ് ആയി, ഇത്രയും പോസിറ്റീവും ഇത്രയും ടാലൻറ്റഡ് ആയ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അവരവരുടെ സമയത്തെ തിരിച്ചറിയുന്നു. അവർക്ക് ഏറ്റവും നല്ല ഉചിതമാകുന്ന സമയം നിങ്ങളോടൊപ്പം ആയിരുന്നു എന്നും അവർ മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചില തെറ്റുകൾ അവർക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടാവാം. ചില കാര്യങ്ങളെ അവർക്കൊന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എല്ലാം അവർ കറക്റ്റ് ചെയ്തൊരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുന്നു കേട്ടോ. ഒന്നും നോക്കാതെ നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ഒരു വ്യക്തി. തീർച്ചയായിട്ടും നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പൺ മൈൻഡോടുകൂടി സംസാരിക്കണമെന്ന് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇനി ആ മുന്നോട്ടേക്കൊരു സത്യസന്ധത പുലർത്തണമെന്ന് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ട്, ഒരു ഭയമില്ലാതെ, ഒരു ഉത്കണ്ഠയില്ലാതെ നിങ്ങളുമായിട്ടൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകണം. ഒരു ഫ്യൂച്ചർ എനർജി കണക്റ്റ് ചെയ്യണം, ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ നിങ്ങളോടൊപ്പം കണക്റ്റ് ചെയ്യണമെന്ന് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞു, നിങ്ങളിലേക്കാണ് അവരുടെ ഇപ്പോൾ ഒരു ഫേസ്
നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് തമ്മിൽ കുറേ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഇനിയും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വ്യക്തിയോടൊത്ത് ഇനിയും നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ലൈഫിൽ. അത് സ്നേഹമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടൊപ്പം ഒരുമിച്ച് സന്തോഷം നിറഞ്ഞ ഇമോഷണൽ ബാലൻസോട് കൂടി, സാറ്റിസ്ഫാക്ഷനോട് കൂടിയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് ഇനിയും ഉണ്ട്. അത് നിങ്ങളുടെ ഇന്നർ വോയിസും നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. ആ ഒരു പേഴ്സണും വ്യക്തമായിട്ട് ആ ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ജന്മം നിങ്ങൾക്ക് തമ്മിൽ ഇനിയും പൂർത്തീകരിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇനിയും വന്ന് ചേരേണ്ടി വരും. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ഓപ്പണിംഗ് ഉണ്ടാവും. അതായത് എവിടെ വെച്ച് എൻഡായോ നിങ്ങളുടെ ലൈഫ്, എവിടെ വെച്ച് നിങ്ങളുടെ ലൈഫ് തകർച്ചയിലേക്ക് പോയോ, അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. 100% നിങ്ങൾ ഒരുമിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ഇനി ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ ബാഡ് കർമ്മ, പാസ്റ്റ് ലൈഫ് കർമ്മ ആയിക്കോട്ടെ, മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല നെഗറ്റീവ് ആകുന്ന, പല വ്യക്തികളുമായിട്ടുണ്ടാകുന്ന തെറ്റാകുന്ന ചില ബാഡ് കർമ്മകളായിക്കോട്ടെ, അതെല്ലാം എൻഡായിട്ട് നിങ്ങൾക്ക് തമ്മിൽ പ്രഷ്യസ് ആകുന്ന, അതായത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട്. ഒരു പുതിയ ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. മാത്രവുമല്ല കോൺഫ്ലിക്റ്റുകളെല്ലാം അവസാനിക്കും. നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ഈഗോ, കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. ഫ്രസ്ട്രേഷൻ, നിരാശയൊക്കെ നിങ്ങളുടെ മാറാനും, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഈക്വാലിറ്റിയോട് കൂടി, അതായത് നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു സഹകരണത്തിന് കുറവുണ്ടായിരുന്നു, നിങ്ങൾക്ക് കൺട്രോളിങ് ഇല്ലാത്ത ചില സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആകുന്ന രീതിയിൽ ഒരു ഹാപ്പി ഫാമിലി എനർജി, അതായത് ഭാര്യ-ഭർതൃ ബന്ധത്തിൽ പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ എനർജി നൽകും, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് നൽകും. തീർച്ചയായിട്ടും ശക്തമാകുന്ന ഈക്വാലിറ്റിയോട് കൂടി ഒരു ആക്ഷൻ എടുക്കപ്പെടും ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമുക്ക് കാണുന്നത്. ഇന്നത്തെ എയർ ട്രാവലിംഗ് എനർജി ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഒരു വ്യക്തി വിദേശത്താവാം, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും വിദേശത്താവാം. ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ കാണുന്നു. അതുപോലെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന യു ആർ റെഡി എന്നാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാൻ പോകുന്നു. ആസ്ക് യുവർ ഏഞ്ചൽസ്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അതായത് ഏഞ്ചൽസിനോട് ചോദിക്കുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സൽ നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ. അപ്പം റീഡിങ്സ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക.